മൂന്നാറിന്റെ ശുചിത്വം ഉറപ്പുവരുത്തുന്നതിനായി സർക്കാരിന്റെ ഭാഗത്തുനിന്നും പ്രത്യേക ഇടപെടലുണ്ടാകുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.ബി. രാജേഷ്. മാലിന്യമുക്തമായി പ്രഖ്യാപിച്ച മൂന്നാറിന്റെ അവസ്ഥ പരിതാപകരമാണ്. അത് തുടരാൻ അനുവദിക്കില്ല. ഇരവികുളം ദേശീയോദ്യാനത്തിൽ പോലും പ്ലാസ്റ്റിക് കുപ്പികൾ വലിച്ചെറിഞ്ഞിട്ടുള്ള സാഹചര്യമാണ്. മാലിന്യം വലിച്ചെറിയുന്നവരിൽ നിന്ന് ചുമത്തുന്ന പിഴയും മാലിന്യ നിക്ഷേപം കാണിച്ചു തരുന്നവർക്ക് നൽകുന്ന പാരിതോഷിക തുകയും വർദ്ധിപ്പിക്കുന്ന കാര്യം സർക്കാരിന്റെ ആലോചനയിലാണെന്നും മന്ത്രി മൂന്നാറിൽ വ്യക്തമാക്കി. സർക്കാർ പ്രസിദ്ധീകരിച്ചിട്ടുള്ള വാട്സാപ്പ് നമ്പറിലേക്ക് മാലിന്യം വലിച്ചെറിയുന്നതിൻ്റെ തെളിവ് സഹിതം പരാതി തന്നാൽ അതിൽ നടപടിയെടുക്കും, ഫൈൻ ചുമത്തും. ആ ഫൈനിൻ്റെ നിന്ന് 2500 രൂപ പ്രതിഫലമായിട്ട് കൊടുക്കും. അപ്പോൾ അത് വർദ്ധിപ്പിക്കാൻ സർക്കാർ ആലോചിക്കുന്നുണ്ട്. കാരണം നല്ല പ്രതികരണം ഇപ്പോൾ ആളുകളിൽ നിന്നുണ്ടാവുന്നുണ്ട് എന്നതുകൊണ്ടാണ്. പ്രധാനപ്പെട്ട കാര്യം, മാലിന്യമുക്തമായി പ്രഖ്യാപിച്ച മൂന്നാറിൻ്റെ ഇന്നത്തെ സ്ഥിതി പരിതാപകരമാണ്. അത് ഒരു കാരണവശാലും തുടരാൻ അനുവദിക്കില്ല. പ്രത്യേകമായിട്ടുള്ള ഇടപെടൽ മൂന്നാറിലെ ശുചിത്വം ഉറപ്പുവരുത്തുന്നതിനുണ്ടാവും. അപ്പോൾ പ്രധാനമായിട്ടും പുറത്തുനിന്ന് വരുന്ന സഞ്ചാരികൾ വലിച്ചെറിയുന്നത്. ഇരവികുളം നാഷണൽ പാർക്കിൽ പോലും പ്ലാസ്റ്റിക് വലിച്ചെറിഞ്ഞിട്ടുള്ള കാഴ്ചയുണ്ട്. വഴി ഉടനീളം, ഞാൻ ഈ സഞ്ചരിച്ച വഴി ഉടനീളം വൻതോതിലുള്ള മാലിന്യമാണ്. പ്ലാസ്റ്റിക് കുപ്പികളാണ് നല്ലൊരു പങ്ക്, മറ്റ് മാലിന്യങ്ങളും പാഴ്വസ്തുക്കളും വലിച്ചെറിഞ്ഞിരിക്കുകയാണ്. അത് അരോചകമായിട്ടുള്ളൊരു കാഴ്ചയാണ്. ടൗണിലും ഇതേ സ്ഥിതിയുണ്ട്. ഒരു വിഭാഗം വ്യാപാരികളും അതിന് ഉത്തരവാദികളാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ കടകളുടെയൊക്കെ പരിസരത്ത് വലിയ തോതിൽ മാലിന്യം കാണുകയുണ്ടായി. ശക്തമായ നടപടി സർക്കാരിന്റെ ഭാഗത്തുണ്ടാവും. ഇത് അനുവദിക്കാൻ പറ്റില്ല. ഒരു തരത്തിലും ആയിരക്കണക്കിന് ആൾ വന്നു പോകുന്ന മൂന്നാർ ഇങ്ങനൊരു ചവറുകൂനയായിട്ട് നിൽക്കാൻ അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല.